വന്ധ്യത എന്ന് ഇപ്പോൾ പൊതുവേ കാണപ്പെട്ടു വരുന്ന പണ്ട് കാലത്തുള്ളതിനേക്കാളും കൂടുതൽ ഇൻസിഡൻസ് ഓഫ് വന്ധ്യത കപ്പിളിൽ കാണുന്നുണ്ട്. അതിന് IVF പോലെ വിദഗ്ധമായ വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ബേസിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ തുടങ്ങണം. അതുപോലെയുള്ള ബേസിക്കായുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഈ ബേസിക് ട്രീറ്റ്മെൻറ്റിൽ തന്നെ പലർക്കും സക്സസ്ഫുൾ പ്രഗ്നൻസി കിട്ടാറുണ്ട്. ലൈക്ക് ബേസിക് ട്രീറ്റ്മെൻറ്റ് ഞാൻ മീൻ ചെയ്യുന്നത് വന്ധ്യതയുടെ കാരണം, വന്ധ്യത ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉള്ള കാരണങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ആ കാരണങ്ങൾ ബേസിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ലൈക്ക് ആണുങ്ങൾക്ക് സെമൻ അനാലിസിസ് ഒക്കെ ബേസിക്കായിട്ട് ചെയ്യുക, അതിലുള്ള അത് കറക്റ്റ് ചെയ്യാം. പിന്നെ ലേഡീസിനാണെങ്കിൽ ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യാം. ഫോളിക്കുലാർ സ്റ്റഡിയിൽ ചെയ്തിട്ട് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. പിന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി വിത്ത് ക്രോമോറ്റുബേഷൻ ആൻഡ് ഓവേറിയൻ ഡ്രില്ലിങ് ഉള്ളതെല്ലാം ബേസിക് ട്രീറ്റ്മെൻറ്റാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് IVF പോകേണ്ടത്.